ആമ്പല്ലൂർ കല്ലൂർ അപകടവളവിൽ വീണ്ടും അപകടം. അപകടങ്ങൾ പതിവായ ഭാഗത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആക്ഷേപം. കല്ലൂർ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച ലോറി വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. കൊപ്ര കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുശ്ശേരി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാരമതിലും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. മരണവളവായി മാറിയ ഇവിടെ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് നടന്നത്. ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നത്. ആമ്പല്ലൂർ കള്ളായി റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിലെ കർവ് ശാസ്ത്രീയമല്ല. മഴ പെയ്താൽ റോട്ടിൽ വെള്ളക്കെട്ടുണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകതയും പ്രധാന പ്രശ്നമാണ്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിക്കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡ് ഈ കർവ് അങ്ങോട്ട് തിരിയുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താങ്ങാണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായുള്ളൊരു സംഗതിയാണ് നടന്നിട്ടുള്ളത്. ഇനിയും അപകടങ്ങൾ കാത്തുനിൽക്കാതെ ഈ അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്.